ഇന്ന് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ മക്കളും ഫോണിന് അഡിക്റ്റാണ്. പിൽക്കാലത്ത് അതൊരു വലിയൊരു വിഷയമായിട്ട് മാറുന്നതിൽ കൺഫേം ആണ്. നിങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു സൈക്കാട്രിസ്റ്റ് ഫീൽഡിൽ ഓൾമോസ്റ്റ് 14 വർഷത്തോളമായി നിങ്ങൾ പറഞ്ഞു. അപ്പോൾ എന്താണ് നമുക്ക് ശരിക്കൊരു മെസ്സേജ് നൽകാൻ പറ്റുന്നത്? കുറെ കൊല്ലങ്ങളോളം കുട്ടികൾ ഇപ്പോൾ ഫോൺ ഉപയോഗിച്ചതിന്റെ ശരിക്കും വിപത്തുകൾ എന്ത് എന്നതിനെ കുറിച്ചൊന്നും കൃത്യമായിട്ടുള്ള പഠനങ്ങൾ ഇല്ലാത്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വളരെ അടുത്ത് സംഭവിച്ച ഒരു മാറ്റങ്ങളാണ്. കുട്ടികളുടെ സംസാരം അതായത് ഭയങ്കര വൈകി പോവുക. 2.5-3 വയസ്സാവുമ്പോൾ ഫുള്ള് സെന്റൻസുകൾ പറയേണ്ടത് വളരെയധികം വൈകി ഒരു 4-5 വയസ്സാവുന്നു. വലിയ കുട്ടികളിൽ ഇപ്പം അതിനോടനുബന്ധമായിട്ട് പഠനാനുബന്ധമായിട്ടുണ്ട് അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും വരുന്നുള്ള പഠനങ്ങൾ ഇല്ലെങ്കിൽ കൂടിയും തുടർച്ചയായിട്ടുള്ള ഗെയിമിംഗ് ഒക്കെ സ്വഭാവ ദൂഷ്യങ്ങളും വർദ്ധിപ്പിക്കും, അതേപോലെ അഡിക്ഷനുള്ള സാധ്യത വർദ്ധിപ്പിക്കും എന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അപ്പൊ ഏത് പ്രായത്തിൽ നമ്മൾ സ്ക്രീനിനോട് അല്ലെങ്കിൽ സ്ക്രീൻ എന്ന് പറയുമ്പോൾ TV അടക്കാണ് കേട്ടോ, ടാബാണ്, ഫോണാണ്, എല്ലാമാണ് സ്ക്രീന്. ഈ സ്ക്രീനൊക്കെ ഒരു കുട്ടി തുടങ്ങണ പ്രായം ശരിക്കും കുറേയും കൂടി പിന്നോട്ടാക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ ജനിച്ച ഉടനെ അല്ലെങ്കിൽ 6 മാസത്തിലൊക്കെ കുട്ടികൾ TV കണ്ടു തുടങ്ങുന്ന, ഫോൺ ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട്. നേരെ മറിച്ചിട്ട് ചില രാജ്യങ്ങളിൽ നോർവേ, ഐസ്ലൻഡ് ഒക്കെ ശരിക്കും 3 വയസ്സിന്റെ ഉള്ളിലോട്ട് ഒരിക്കലും ഫോൺ പോലും കാണാൻ പാടില്ല എന്ന് പറയുന്ന രാജ്യങ്ങൾ. ഓസ്ട്രേലിയ ഒക്കെ പറയുന്നത് 5 വയസ്സ് വരെ സ്ക്രീൻ ഉപയോഗിക്കാൻ പാടില്ല. ഇന്ത്യയിലൊന്നും ഇപ്പൊ അങ്ങനെ ഒരു റെസ്ട്രിക്ഷനോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളിവിടെ UAE-യിലും ഇല്ല. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നത് എന്തായാലും ഹെൽപ്പ് ചെയ്യുന്ന ഞാനും വിചാരിക്കും. അതിനിപ്പോ ആദ്യം ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എന്താണ്, നമ്മുടെ മാതാപിതാക്കൾ തുടങ്ങണം. നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് അതിനൊരു കാഴ്ചപ്പാട് വേണം, നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കും വേണം. അവിടെ വേണം തുടക്കം.